ഇത് എത്രയാണ്? 4.4. നല്ല വൃത്തിയുണ്ട് ആ മാല കാണാൻ വേണ്ടിയിട്ട്. ഇട്ടാൽ നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ആ മാല കണ്ടാരം വിചാരിച്ചാൽ അത് 6, 7, 8 പവനൊക്കെ ഉണ്ട് എന്ന്. പിന്നെ അവരോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞ് ഇല്ല 4.4 ഉള്ളൂ എന്ന്. ഇപ്പോൾ കാണിച്ച ഈ ഒരു മാല ഉണ്ടല്ലോ, അതായത് ലെയറായിട്ട് 5 ലെയറായിട്ട് വരുന്നുണ്ട്. അത് ഇത്രയാളി പറഞ്ഞത് 6 ആണോ 4.4 ശരിക്കും അറിയില്ല, മറന്നുപോയി. ഞാൻ വീഡിയോ എടുത്ത് കൈനേരല്ലേ വോയിസ് ഓവർ ആക്കുന്നത്, അപ്പോൾ മറന്നുപോയി ഗൈസ്. പക്ഷേ ഈ കാണിക്കുന്ന 3ഉം 5 പവനിൽ കുററ്റ് വരുന്നതാണ്. നമ്മളോട് അവർ പറഞ്ഞ് 5 പവനിൽ കുററ്റ് നല്ല അടിപൊളി മാല വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ കാണിച്ചതാണ്. ആൻറ്റിക് മോഡൽ നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ. അതിൽ ആ ഗ്രീൻ കളറിലുള്ള സ്റ്റോണും വന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ലുക്കുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് കല്യാണമൊക്കെ വരാനുണ്ട്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമല്ലേ ഇങ്ങനെ ഇത് നോക്കാമെന്ന് പറയുന്നത്. മാല നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല, നമുക്ക് വളൻ്റെയാണ് ആവശ്യം. മാലൻ്റെ ആ മോഡൽ ഡിസൈൻ ഭംഗിയെല്ലാം കണ്ടേരം ജസ്റ്റ് അങ്ങനെ നോക്കി വീഡിയോ എടുത്ത് അത്രയേ ഉള്ളൂ. വളൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വള ഉണ്ടോ, ഞാനിപ്പം ഇട്ടുകൊണ്ടേ ഇരിക്കുന്ന വള, അത് എൻ്റെ വളയാണ്. അത് ഞാനൊരു കൊല്ലം മുന്നേ ഇടുന്ന വാങ്ങിച്ചൊരു വളയാണ്, നല്ല വളയാണ്. അതെല്ലാവരും കിട്ടാൽ കൈക്ക് നല്ല രസമുണ്ടാവും, കൈ കാണാൻ നല്ല വൃത്തിയായിരിക്കും. ഇങ്ങനെ 3 ലെയറിൽ വൈറ്റ് ഗോൾഡിൽ വരുന്നത്. പക്ഷേ ഇത് ഇടണമെങ്കിൽ ഒരാളെ സഹായം ഇല്ലാണ്ട് ഇടാൻ പറ്റില്ല, നല്ല ബുദ്ധിമുട്ടാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എവിടെയോ പോകാൻ കിന്നേരം അനിയത്തിനോട് പറഞ്ഞ് ഒന്ന് ഇട്ടതാണ് എന്ന്. അങ്ങനെ ഉണ്ടാവും അവൾ ബലം പ്രയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്ത് അത് അവിടെ നിന്ന് ഇളകിപ്പോയി കേട്ടു. കുറേ ദിവസമായി കേട്ടാ സംഭവം കഴിഞ്ഞിട്ട്. അങ്ങനെ ഇന്ന് കണ്ണൂരേക്ക് വരുമ്പം ഞാൻ എന്ത് ചെയ്ത് ഈ വളയും ഇങ്ങോട്ടേക്ക് എടുത്ത് ഒന്നിക്കിൽ ഇതങ്ങ് ശരിയാക്കാം, അല്ലെങ്കിൽ ചേഞ്ച് ആക്കാം, അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വള കാണിച്ചു തരാം, നല്ല അടിപൊളി വള, ഇങ്ങനെ 5 ലെയറിലായിട്ട് വരുന്നത്. ഇതിൻ്റെ ഇത് എത്ര പവനാന്ന് വെച്ചാൽ 3 പവനിൽ വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വള, നല്ല രസമുണ്ട്. ഞാൻ കൈക്കല്ലിൽ ഇട്ട് നോക്കി, ഇത് കണ്ടിട്ടില്ല സത്യം പറയാലോ, എനിക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്നു. പക്ഷെ എന്താ ചെയ്യുക, 3 പവന്, എൻ്റെ പൊന്നെ നല്ല രസമുണ്ട്. ഇതാ ഇട്ടിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷെ എൻ്റെ കയ്യിലുള്ള ആ മറ്റേ വളയുണ്ടല്ലോ, അത് കൊടുത്താലും ഇത് കിട്ടൂല. അത് 10 ഗ്രാമിൽ വരുന്നതാണ്. 10 ഗ്രാം എന്ന് പറയുമ്പോൾ 1.25 പവന്. അപ്പോൾ ഈ ഒരു വളയാണ് ഞാൻ പറഞ്ഞത് 3 പവനിൽ വരുന്ന നല്ല അടിപൊളി വള. നല്ല അടിപൊളി വളകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കുറേയെല്ലാം നോക്കിയേട്ടാ. അപ്പോൾ എൻ്റെ വള ഞാൻ എന്താ ചെയ്ത് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനിടയ്ക്ക് ഉമ്മയുണ്ട് കമ്പി വളം നോക്കുന്നു. നമുക്ക് സ്ത്രീകൾക്ക് അങ്ങനെ തന്നെയല്ലേ, ഗോൾഡിന് എത്ര വില കൂടിയാലും അത് ഒഴിവാക്കിയിട്ടുള്ളൊരു പരിപാടി ഇല്ലല്ലേ, എന്താണെന്നറിയില്ല. അതിൻ്റെ കൂടെ ഒരു ഇഷ്ടം തന്നെയാണ്. ഇങ്ങനെ വില കൂടുമ്പോൾ ആൾക്കാർ പറയും ഗോൾഡ് വാങ്ങാതിരിക്കണം, എന്നാൽ പിന്നെ കുറഞ്ഞ് വരുമെന്ന്. എവിടെ, ഇത് എത്ര കൂടിയാലും ഇത് അങ്ങനെ ആരും ഒഴിവാക്കില്ലല്ലോ. ഇന്ന് തന്നെ ഈ ഒരു ജ്വല്ലറിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ മാസം ലാസ്റ്റ് വരെ ഇവിടെ ഓഫറുണ്ട്. അപ്പോൾ പണിക്കൂലിയെല്ലാം കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞ് അതുകൊണ്ടെല്ലാം തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുമ്പോൾ എന്തായാലും അതിനെല്ലാം പണിക്കൂലി വരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തേ, അത് മാറ്റിയിട്ടൊന്നുമില്ല. അതെനിക്ക് മാറ്റാൻ തോന്നുന്നില്ല, നല്ല വളയല്ലേ. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ശരിയാക്കാമെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ അതന്നെ എടുക്കുകയും ചെയ്തത് കേട്ടോ. തൽക്കാലം അത് ശരിയാക്കി. നല്ല വളയല്ലേ, ഒന്നും കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടില്ല. അവിടുന്ന് തൽക്കാലം അതിൻ്റെ എന്താ പറയുക, ആ ജോയിൻ്റ് ഇളക്കി പോയി എന്നല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആ വള തന്നെ ഇങ്ങനെ തിരിച്ചെടുത്ത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വളകളൊക്കെ നോക്കിയാട്ടോ, കമ്പി വളയും അങ്ങനെ കുറച്ച് നല്ല മോഡലെല്ലാം കണ്ടുതരാം, അതെല്ലാം നോക്കി. ന്യൂ മോഡൽ കിച്ചൺ കണ്ടെയ്നറൊക്കെ ഇതാ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സെറ്റിൽ വരുന്നത് മൂന്ന് ജാറാണ്, സെറാമിക്കിൻ്റെ ആണ്. അതിൻ്റെ ലിഡ് വുഡിലാണ് വരുന്നത്. ഫുൾ വൈറ്റിൽ വരുന്നുണ്ട്, ബ്ലാക്കിൽ വരുന്നുണ്ട്. നല്ല മുന്തുള്ള ഒരു സ്പൂണ് കേട്ടോ. ഈ ഒരു ഷോപ്പിലെ വിശേഷങ്ങളൊക്കെ ഒരാഴ്ച മുമ്പ് ഞാൻ അപ്ലോഡ് ആക്കിയതാണ്. പഴയ വിശേഷങ്ങൾ ഒന്നുമല്ല ഇതിൽ, പഴയ സാധനങ്ങൾ ഒന്നുമല്ല ഇതിൽ കാണിക്കുന്നത്, എല്ലാം പുതിയതാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇതാ ഗ്ലാസിൻ്റെ കണ്ടെയ്നറും കൂടി വന്നിട്ടുണ്ട്. നല്ലതുണ്ട്, പുതിയതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയ, ആവശ്യമുള്ള ആൾക്കാർക്ക് വന്ന് വാങ്ങിക്കല്ലേ. ഇന്നാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നല്ല തിരക്കാതെ, ഒന്നാമത് നോമ്പിങ്ങ അടുത്തില്ലേ, അതുകൊണ്ടായിരിക്കും നോമ്പിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ കിച്ചൺ ഐറ്റംസൊക്കെ നമ്മളെ ഉമ്മാക്കാണ് വാങ്ങിക്കാനുള്ളത്. ഉമ്മാക്ക് കുറച്ച് എന്തെല്ലാം വാങ്ങാനുള്ളത്, ഉമ്മ കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാനുണ്ട്, പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കാനുണ്ട്. ഉമ്മാൻ്റെ അടുത്ത് ഉണ്ട് അതിന്, പക്ഷെ ഉമ്മാൻ്റെത് അത് കുറേ മുമ്പേ ഉള്ളതാണ്, അത് കംപ്ലൈൻറ്റ് പറഞ്ഞ്. അപ്പം ഉമ്മ പറഞ്ഞ് പുതിയത് വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അങ്ങനെ എല്ലാം കൂടിയാണ് ഇന്ന് നമ്മൾ ടൗണിലേക്ക് വന്നത്. നോമ്പ് വരുമ്പോൾ നമ്മൾ കിച്ചണിലേക്ക് ഇങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടാവുമല്ലേ, പ്രത്യേകിച്ചിട്ട് കിച്ചൺ ഐറ്റംസൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ല, ഇന്നെ ഈ ഒരു ഷോപ്പിൽ നല്ല തിരക്കാണ് എന്ന്. ഇത് കണ്ടേരം എന്നോട് ഉമ്മ പറഞ്ഞ് റേറ്റ് കുറവ് തന്നെയാണ് വരുന്നത്. ഇതെല്ലാം ഇറങ്ങിയ പാടി ഇതിനെല്ലാം തീ പിടിച്ച വിലയല്ലേ, ഇപ്പം എന്തോ ഒരു കുറവാണെന്നറിയാവുക. ഒരണക്കിന് ഇങ്ങനെ ഗൾഫിൽ നിന്നെല്ലാം വലിച്ചു കിട്ടിയിട്ട് കൊണ്ടിരുന്നതിനെക്കാട്ടി നല്ലത് ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കും തന്നെയാണ്. പിന്നില്ലേ ഇത് കണ്ടേരം എന്നോട് ഉമ്മ പറഞ്ഞ് നീനും വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ തൽക്കാലം വേണ്ട, ഉമ്മ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ പറഞ്ഞ് ഏതാണ് നല്ലത് നോക്കിയിട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ് പിന്നെ എടുത്തുതരാം, അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോ എല്ലാം പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണേ ഷോപ്പിങ്. സത്യം പറഞ്ഞാൽ ഒരു തലവേദന തന്നെയാണ്. ഒന്ന് കണ്ട പാടെ അത് അങ്ങ് ഓക്കെ ആക്കുന്ന ചെയ്യില്ല, 3-4 കാണണം, അത് ഇഷ്ടമാണോ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഒത്തു വരേണ്ട, റേറ്റും കുറവ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം നിക്ഷാലെല്ലാം റേറ്റൊക്കെ ഓരോന്നിനെ കുറഞ്ഞിട്ടുണ്ട്. വേറെന്താ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ പറയുന്നുണ്ട് നീ ഒന്ന് വാങ്ങിക്കണേ, എനിക്ക് നല്ലതല്ലേ എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉമ്മ എനക്കിപ്പം വേണ്ട, തിരക്കെല്ലാം വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഉമ്മക്ക് പിന്നെ മോരെ കല്യാണമെല്ലാം വരുന്നുണ്ടല്ലോ ഇൻഷാ അള്ളാ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെവിടെ പോയി, എൻ്റെ മിക്സിൻ്റെ ഒരു ജാറുണ്ട്, അതിൻ്റെ കൈ കണ്ട ഇങ്ങനെ ആടിക്കളിക്കുന്നത്. ഇതാണെങ്കിൽ നല്ലൊരു ജാറാണ്, അരി തേങ്ങയെല്ലാം അവിടെ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 2 സെക്കൻഡ് കൊണ്ട് എല്ലാം റെഡിയായി വരും. അപ്പോൾ കൈൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ അതവിടെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെവിടത്തേക്കാണ് പോകുന്നത്, ഇവിടെ പോകാൻ നമ്മളെ വീട്ടിലേക്ക് അല്ലാണ്ട്. അപ്പം ഇന്നത്തെ നമ്മളെ അതായത് എൻ്റെ കുഞ്ഞി വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് നാളെ മറ്റന്നാളായിട്ട് വരാം കേട്ടോ. ഓക്കെ, ബായ്.